Dear students, welcome to English class. Today it is the note reference. നാം കഴിഞ്ഞ വർഷം വരെയുള്ള അതുവരെ ഫോളോ ചെയ്ത രീതിയിലുള്ള ചോദ്യങ്ങളും അതിനുള്ള നോട്ട്സുമാണ് തയ്യാറാക്കിയിരുന്നത്. ആ നോട്ട്സൊക്കെ പഠിക്കണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില പ്രത്യേക പാഠങ്ങൾ ഈ അധ്യയന വർഷത്തെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കാനുണ്ട്. ആ ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഈ ഹാഫ് ഇയർലി പരീക്ഷയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തന്ന നോട്ടിൻ്റെ കൂടെ കുറച്ച് നോട്ട്സ് കൂടി ഉണ്ടാകും. അത് ശനി ഞായർ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോഴ് തന്ന നോട്ട്സിൽ 3 പാഠങ്ങളാണ് ഹാഫ് ഇയർലി പരീക്ഷയ്ക്ക് മാഷ് ഉൾപ്പെടുത്തുന്നത്. ഒന്നാമത്തെ പാഠം റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. രണ്ടാമത്തത് പ്രൊജക്റ്റ് ടൈഗർ സത്യജിത് റായ്. മൂന്നാമത്തത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എ.ജെ. ക്രോണിൻ. ഒന്നാമത്തത് റിലേറ്റഡ് വിത്ത് നേച്ചർ. രണ്ടാമത്തെ പാഠം റിലേറ്റഡ് വിത്ത് ആനിമൽസ്. മൂന്നാമത്തെ പാഠഭാഗം റിലേറ്റഡ് വിത്ത് ചൈൽഡ് മൈൻഡ് ആൻഡ് സഫറിങ് ചിൽഡ്രൻ. ഇങ്ങനെ 3 വ്യത്യസ്ത ആശയങ്ങളാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ നിർദ്ദേശത്തിൽ നാം വീണ്ടും ആ പാഠങ്ങൾ ഒന്നുകൂടി നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഹാഫ് ഇയർലി വരെയുള്ള മാത്രമല്ല ആനുവൽ പരീക്ഷ വരെയുള്ള സർക്കാർ നിർദ്ദേശിച്ച പാഠങ്ങളൊക്കെ ഇവിടെ ഇംഗ്ലീഷിൽ എടുത്തു കഴിഞ്ഞു. വീണ്ടും ആവർത്തിക്കാനുണ്ട്. വീണ്ടും വേണ്ടവർക്ക് ഇനിയും ആവർത്തിച്ച് റിപ്പീറ്റഡായിട്ട് വന്ന് പഠിക്കാം. ഇപ്പോഴിതാ തന്നിരിക്കുന്ന നോട്ട്സ് വെച്ച് വായിച്ച് നോക്കുക. ഇറ്റ് ഈസ് നോട്ട് ടു ലേൺ ബൈ ഹാർട്ട്. ഇത് ക്വസ്റ്റ്യൻസ് റെഫറൻസ് ആണ്, ബൈ ഹാർട്ട് പഠിക്കാനുള്ളതല്ല. നേരെ മറിച്ച് ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, അതാണ് റെഫർ ചെയ്യുന്നത്. എല്ലാ ചോദ്യങ്ങളും, അതായത് ഈ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്നുള്ള പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും റെഫർ ചെയ്യുകയല്ല. ഇത് ഭാഷാ പഠനമാണ്, ശാസ്ത്ര പഠനമല്ല. അതുകൊണ്ട് യെസ്, ഇറ്റ് ഈസ് ദ ടൈപ്പ്, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ദ എക്സാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത് ഒരു പാഠമാണ്. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം, ചെറിയ ചെറിയ ഡെയിലി വീഡിയോസായിട്ട് നിങ്ങൾക്ക് 1-2 തവണ കേട്ടാൽ തന്നെ പരീക്ഷയ്ക്ക് എഴുതാവുന്ന രീതിയിൽ. സോ ഇംഗ്ലീഷ് എക്സാം ഈസ് വെരി വെരി സിമ്പിൾ. നോക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിൽ നിന്ന് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Though the house and the grounds of our home in India were grandfather's domain. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പുരയിടവും മുത്തശ്ശൻ്റെ അധീനതയിലായിരുന്നെങ്കിലും ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. അവിടുത്തെ മുറ്റത്തുള്ള മഹത്തരമായ ആൽമരം എനിക്കായിരുന്നു, എൻ്റെ കീഴിലായിരുന്നു. ചീഫിലി, മുഖ്യമായും ബിക്കോസ് ഗ്രാൻഡ്ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, മുത്തശ്ശന് 65 വയസ്സായി, കുഡ് നോട്ട് ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഇനി ഈ മരത്തിലൊന്നും കയറാൻ പോകുന്നില്ല. ഗ്രാൻഡ്ഫാദർ യൂസ്ഡ് ടു ബി ടീസ് ഹിം. ഗ്രാൻഡ് ഫാദർ അല്ല, ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. ആ വാക്കൊന്ന് മാറ്റണം മക്കൾ. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സെർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്. ഇപ്പം ഗ്രാൻഡ് ഫാദർ എന്നുള്ളത് എഫ് വെട്ടിയിട്ട് ഫാദർ വെട്ടിയിട്ട് മദറാക്കുക. മുത്തശ്ശിയാണ് മുത്തശ്ശനെ ഇക്കാര്യത്തിൽ പരിഹസിക്കാറുള്ളത്.
ഏതോ ഒരു പ്രഭ്വിയുടെ കൗണ്ടസിൻ്റെ ഡെസ്മോണ്ട്, യൂറോപ്പിലെ ബ്രിട്ടനിലെ ഡെസ്മോണ്ട് എന്ന പ്രവിശ്യയിലെ ഏതോ പ്രഭ്വിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആൻ ഇംഗ്ലീഷ് വുമൺ ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117, 117 വയസ്സുവരെ ജീവിച്ച ഒരു മുത്തശ്ശിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ മുത്തശ്ശനെ കളിയാക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ ഫോളൻ വൈൽ ക്ലൈംബിങ് ഓൺ ആൻ ആപ്പിൾ ട്രീ. ഒരുപക്ഷെ 117 കഴിഞ്ഞ് ഇനിയും അവർ ജീവിച്ചേനെ, എന്ത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ 117 വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിൽ വലിഞ്ഞു കയറി അവിടെ നിന്നും താഴെ വീണിട്ടില്ലായിരുന്നെങ്കിൽ. അതുമാതിരി മുത്തശ്ശനോട് പറയുന്നു, മനുഷ്യ, നിങ്ങൾ ഇനി മരത്തിലൊന്നും വലിഞ്ഞു കയറേണ്ട എന്ന്. ദി സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട്. ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ആ ആൽമരം, പക്ഷെ അതിൻ്റെ കൊമ്പുകളൊക്കെ ചരിഞ്ഞ് താഴ്ന്നു വന്ന് തറയിൽ മുട്ടി നിൽക്കുന്നു. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. വലിയ കൊമ്പുകളിൽ നിന്ന് വേരുകൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആൽമരത്തിന്, വടവൃക്ഷങ്ങൾക്ക് അങ്ങനെ കൊമ്പിൽ നിന്ന് വേരിറങ്ങും. ഫോമിങ് എ മേസ് ഓഫ് ആർച്ചസ്. ജടപിടിച്ചതുമാതിരി, സിംഹത്തിൻ്റെ മേസ് മാതിരി ജടപിടിച്ചതുമാതിരി കൂട്ടുപിണഞ്ഞിട്ടുണ്ട്. ഗേവ് മീ എൻലെസ് പ്രഷർ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് അതിയായ സന്തോഷമാണ്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഈ മരം ഞങ്ങളുടെ വീടിനേക്കാളും പഴക്കമുള്ളതാണ്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. എൻ്റെ മുത്തശ്ശനേക്കാളും പഴക്കമുള്ളതാണ്. ആസ് ഓൾഡ് ആസ് ദി ടൗൺ ഓഫ് ഡെറ. കഥ നടക്കുന്ന ഡെറാഡൂൺ താഴ്വരയിലെ ആ നഗരത്തിനേക്കാളും പഴക്കമുള്ളതാണ്. ലിസിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദി ഹിമാലയാസ്. അപ്പോൾ കഥ നടക്കുന്നത്, റസ്കിൻ ബോണ്ടിൻ്റെ ഈ കഥ പരാമർശിക്കപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ ഡെറാഡൂൺ എന്ന കൊച്ചു നഗരം സുഖവാസ കേന്ദ്രമാണ്. അവിടെയുള്ള അതിമനോഹരമായ ഒരു പ്രദേശം, അവിടുത്തെ ഒരു വലിയ വീട്, ആ വീടിൻ്റെ മുറ്റത്ത് അതിമനോഹരമായ ഒരു ആൽമരം. ആ ആൽമരം നമ്മുടെ കൊച്ചു റസ്കിൻ ബോണ്ടിന് സ്വന്തമാണ്. ആ പാഠഭാഗം തന്നിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ചോദ്യത്തിന് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മാറ്റമില്ല. പാഠഭാഗങ്ങളുടെ എണ്ണം ഒന്ന് ചിലത് ഊന്നി പഠിക്കാൻ പറഞ്ഞു, അതിനർത്ഥം മറ്റൊന്നും പഠിക്കേണ്ട എന്നല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻ തരുന്നത്. ഇഷ്ടമുള്ള പാഠം പഠിക്കാം, എന്നാൽ ഇതിൽ നിന്നൊക്കെ നിർബന്ധമായിട്ടും ചോദ്യങ്ങളുണ്ടാകും. കാരണം മാഷ് ആദ്യം സൂചിപ്പിച്ചു, ഒന്നാമത്തെ പാഠം ഇക്കോ ഫ്രണ്ട്ലി, പരിസ്ഥിതി സൗഹൃദം. അതുകൊണ്ട് അതിൻ്റെ സ്പീച്ച് വരും. അതിനെപ്പറ്റിയുള്ള മറ്റു പരാമർശങ്ങൾ അടങ്ങിയ സ്ലോഗൻ ഉണ്ടാക്കാനൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ചിലതൊക്കെ ഇനി ഒന്നുകൂടി മാറ്റി പഠിക്കണം. ചില പഠിച്ച ഭാഗങ്ങൾ കുറച്ചുകൂടി ചേർത്ത് പഠിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോട്ട് കൂടി അടുത്ത ദിവസം നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇനി ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻസ്. ഹൂ ഫെൽ ഫ്രം ദ ആപ്പിൾ ട്രീ. ഇവിടെ ആരാണ് ആപ്പിൾ മരത്തിൽ നിന്ന് വീണു എന്ന് പരാമർശിക്കപ്പെടുന്നത്? 117 വയസ്സുള്ള ഡെസ്മോണ്ടിലെ പ്രഭ്വി അല്ലേ? ഉത്തരം കൊടുത്തു നോക്കൂ. ആൻസർ: കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൺ. ഡെസ്മോണ്ട് പ്രഭ്വി ഒരു യൂറോപ്യൻ സ്ത്രീ. ടെസ്റ്റ് ഭാഗത്ത് കൊടുത്തു 117 വയസ്സുണ്ടായിരുന്നു എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഗേവ് ദ ഓതർ എൻഡ്ലെസ് പ്രഷർ. ഏത് കാര്യമാണ് റസ്കിൻ ബോണ്ട് എന്ന കുട്ടിക്ക് ഏറെ സന്തോഷം പകർന്നിരുന്നത്? ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ. ആ വലിയ ആൽമരത്തിൻ്റെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾ. കർവ്ഡ് ടു ദ ഗ്രൗണ്ട്. ആകാശത്തിൽ നിന്നും ഭൂമി വരെ ചരിഞ്ഞു വന്ന് മണ്ണിൽ തട്ടി നിൽക്കുന്ന ആ കൊമ്പുകൾ. ആൻഡ് ടുക്ക് റൂട്ട്
എഗെയിൻ ഫോമിങ് എ മേസ് ഓഫ് ആർച്ചസ്. ഭൂമിയിലേക്ക് ജടപിടിച്ച വേരുകളുമായി നിൽക്കുന്ന ആ കൊമ്പുകൾ, അതായത് ആ ആൽമരവും അതിലെ കൊമ്പുകളും അതിലെ വേരും അതെല്ലാം കൂടി ചേർന്നതാണ് അവൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൗ ഓൾഡ് ഈസ് ദ ബനിയൻ ട്രീ? ഡെസ്മോണ്ട് പ്രഭ്വിക്ക് 117 വയസ്സെന്ന് ഹൗ ഓൾഡ് ഇത് കണ്ടിട്ട് 117 എഴുതാനൊന്നും പോകരുത്, ചോദ്യം വായിച്ച് നോക്കണം. ഹിയർ ഇൻ ദിസ് ടൈപ്പ് ഓഫ് എക്സാം ആൻസർ ഈസ് നോട്ട് അറ്റ് ഓൾ സോ ഇമ്പോർട്ടൻറ്റ്. ഉത്തരം അത്ര പ്രധാനപ്പെട്ടതല്ല. ബട്ട് ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ക്യാൻ റിയലൈസ് ദ ക്വസ്റ്റ്യൻ യു ക്യാൻ ആൻസർ എനി വൺ. ചോദ്യം മനസ്സിലാകണം, ചോദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചോദ്യം കാണും മുൻപേ ഉത്തരം എഴുതാൻ നോക്കരുത്. കാരണം ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ലോജിക്കിനനുസരിച്ച്, റീസണിങ്ങിനനുസരിച്ച്, യുക്തിക്കനുസരിച്ച്, ബുദ്ധികൂർമ്മതയ്ക്കനുസരിച്ച് ചോദ്യമാണ് ചോദിക്കുക. അയ്യോ, ഞാൻ ആ 117 എന്നുള്ള വയസ്സ് കണ്ടിട്ട് അത് എഴുതിപ്പോയി എന്ന് പുറത്ത് വന്നിട്ട് പറയാൻ ഇടവരരുത്. സോ റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ചോദ്യം നന്നായിട്ട് വായിക്കുക. ഇത് ഹാഫ് പരീക്ഷ, അത് കഴിഞ്ഞുള്ള മോഡൽ പരീക്ഷയൊക്കെ നിങ്ങൾക്ക് മോഡലുകളാണ് തരുന്നത്. ഇവിടെ പരീക്ഷ നമ്മൾ നടത്തി കഴിഞ്ഞു, മുൻപ് 1-2 പരീക്ഷ നടത്തി കഴിഞ്ഞു. ഇനി ഇത് നടത്താൻ പോകുന്നു, അത് കഴിഞ്ഞ് മോഡൽ പരീക്ഷ നടത്തും. അപ്പോൾ ഇതൊക്കെ മോഡൽ മീൻസ് ഇറ്റ് ഈസ് ദ റിഹേഴ്സൽ ഓഫ് ദ ഫൈനൽ എക്സാം. വരാനിരിക്കുന്ന ആ വലിയ പരീക്ഷയുടെ റിഹേഴ്സലാണ് ഇതൊക്കെ. അടുത്ത ചോദ്യം, വാട്ട് വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ? എന്തൊക്കെയാണ് മുത്തശ്ശൻ അധീനതയിൽ വെച്ചിരുന്നത്? സോറി, നമ്മളതിൻ്റെ ഉത്തരം പറഞ്ഞില്ല കഴിഞ്ഞ ചോദ്യത്തിൻ്റെ. എന്തായിരുന്നു? ഹൗ ഓൾഡ് ഈസ് ദ ബനിയൻ ട്രീ? ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡറ. ഡറ നഗരത്തോളം പഴക്കം ആ മരത്തിനുണ്ട്. അതിനേക്കാൾ മുൻപ് ഉണ്ടാവാം. പക്ഷെ അവന്, ആ കൊച്ചുകുട്ടിക്ക്, റസ്കിൻ ബോണ്ട് എന്ന പിന്നീടുള്ള എഴുത്തുകാരൻ ആദ്യത്തെ കൊച്ചുകുട്ടിക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല എത്രയുണ്ടെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ? എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ? ഉത്തരം, ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് ദ ഓതേഴ്സ് ഹോം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വീടും വീടിന് ചുറ്റുമുള്ള പരിസര പ്രദേശവും, അതായത് വീടും പ്രൊമിസസും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് മൈൻ റിഫേർഡ് ഇൻ ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ എന്ന് പറഞ്ഞ വാചകത്തിൽ മൈൻ എന്ന് പറയുന്നത് ആരാണ്? എൻ്റേതാണ് എന്ന് പറയുന്ന ആരാണ്? നൺ ബട്ട് ദ ഓതർ, അതായത് റസ്കിൻ ബോണ്ട് ദ ചൈൽഡ്. ഇതാണ് ആ ചോദ്യഭാഗം, അതിൻ്റെ പരാമർശം. അടുത്തത്, though the combatants were unaware of my presence, ആ ദ്വന്ദ്വയുദ്ധക്കാർ, മല്ലന്മാർ, അവർക്ക് എൻ്റെ സാന്നിധ്യത്തിനെ പറ്റി അറിയില്ല. എന്ന് വെച്ചാൽ മരത്തിൻ്റെ താഴെ തല്ലുകൂടുന്ന, കടികൂടുന്ന, മരണ പോരാട്ടം നടത്തുന്ന പാമ്പ്, കീരി, അവരെക്കുറിച്ചാണല്ലേ പറയുന്നത്. ആ പാമ്പിനും കീരിക്കും അറിയില്ല ആൽമരത്തിൻ്റെ മുകളിലെ ആ പ്ലാറ്റ്ഫോമിൽ റസ്കിൻ ബോണ്ട് എന്ന കുട്ടിയിരിക്കുന്നത്. ആ ഭാഗമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ദേ സൂൺ ബിക്കെയിം അവെയർ ഓഫ് ദി അറൈവൽ ഓഫ് 2 other spectators. അങ്ങനെ കീരിയും പാമ്പും തമ്മിൽ മല്ലയുദ്ധം നടന്നുകൊണ്ടിരിക്കെ അതാ 2 കാണികളും അവിടത്തേക്ക് വന്നു. 2 spectators. ഓർമ്മയുണ്ടാകും, മൈനയും കാക്കയും. വൺ വാസ് എ മൈന ആൻഡ് ദ അതർ വാസ് എ ജംഗിൾ ക്രോ. ഒരു കാട്ടുകാക്കയും ഒരു മൈനയും. ദ വലിയ അർബൻ ക്രോ, അതായത് ഉൾപ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കാക്ക. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ് ഫോർ ബാറ്റിൽ. അവർ കണ്ടു ഈ 2 പേരും, കീരിയും പാമ്പും, പ്രിപ്പയറിങ് ഫോർ ദ ബാറ്റിൽ, യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുന്നത്. ആൻഡ് ഹാഡ് സിറ്റിൽ ഓൺ ദി കാക്ടസ്, തൊട്ടടുത്തുള്ള കാക്ടസിൽ, കള്ളിമുൾച്ചെടി, അതാണ് കാക്ടസ്, അതിൽ അവർ നിരീക്ഷകരായിട്ട്, കാണികളായിട്ടിരുന്നു. ദാറ്റ് ക്രോ ആൻഡ് ദി മൈന ടു വാച്ച് ദി ഔട്ട്കം. ഈ യുദ്ധത്തിൻ്റെ, ഈ പോരാട്ടത്തിൻ്റെ ഫലം എന്താണെന്ന് കാണാനായിട്ട്. ഹാഡ് ദ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, all would have been well
വിത്ത് ബോത്ത് ഓഫ് ദം. അവർ വളരെ സംതൃപ്തരായിട്ട് നമ്മളൊരു സ്പോർട്സ് ഇവൻ്റ്, ഒരു ഗെയിം ഇവൻ്റൊക്കെ കാണുന്ന ആ ലാഘവത്തോടു കൂടിയാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത്. ദ കൊബ്ര സ്റ്റുഡ് ഓൺ ദി ഡിഫെൻസീവ്. മൂർഖൻ പ്രതിരോധത്തിലാണ് നിൽക്കുന്നത്, ഡിഫെൻസീവിലാണ്. സ്വിയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. അവൻ പത്തി വിടർത്തിക്കൊണ്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ ചരിഞ്ഞാടുന്നുണ്ട്. ട്രൈങ് ടു മെസ്മറൈസ് ദി മംഗൂസ്. ആ കീരിയെ ഇന്ദ്രജാലത്തിൽ മായയിൽപ്പെടുത്താനായിട്ട്, അതാണ് മെസ്മറൈസ്, മയക്കാൻ വേണ്ടി ഇന്ദ്രജാലക്കാരനെ പോലെ പാമ്പ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് മെസ്മറൈസ് ചെയ്യാൻ വേണ്ടി. കാരണം മാർക്കിങ് എ ഫാൾസ് മൂവ്. അവൻ എങ്ങനെയാണ് തൻ്റെ ശരീരത്തിലേക്ക് ചാടുക എന്നറിയില്ല. അതേപോലെ താൻ എങ്ങനെയാണ് അവനെ കൊത്താൻ പോകുന്നത് എന്ന് അവനും മനസ്സിലാക്കരുത്. അതുകൊണ്ട് ദിശ കൊടുക്കാതെ അവൻ എങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻറ്റ്. പക്ഷെ മംഗൂസിനറിയാം, കീരിക്കറിയാം അവൻ്റെ ഒപ്പോണൻറ്റിൻ്റെ, എതിരാളിയുടെ പവർ എന്താണെന്ന്. ദാറ്റ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് റിഫ്യൂസ്ഡ് ടു മീറ്റ് ദം. ആ തിളങ്ങുന്ന കണ്ണുകളുടെ അവസ്ഥ, അതിലേക്ക് നോക്കാൻ കീരി ധൈര്യപ്പെട്ടില്ല. കീരി തൻ്റെ ഇടം കാണിച്ചില്ല. കീരി പത്തും പതുങ്ങിയും ഈ മൂർഖൻ്റെ കഴുത്തിൽ കൊത്താൻ നോക്കുകയാണ്. ചോദ്യം: ഹൂ ആർ ദി കോമ്പറ്റൻസ് റെഫേർഡ് ഇൻ ദ എബോവ് പാരഗ്രാഫ്? ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കോമ്പറ്റൻസ് ആരൊക്കെയാണ്? അതായത് മല്ലയുദ്ധക്കാർ, ദ്വന്ദ്വയുദ്ധക്കാർ ആരൊക്കെയാണ്? ദ കോബ്ര ആൻഡ് ദി മംഗൂസ്. ഹു വേർ ദ ടു സ്പെക്ടേറ്റേഴ്സ്? ആരാണ് രണ്ട് കാണികൾ? അതും നമുക്കറിയാം ഉത്തരം. എ മൈന ആൻഡ് എ ജംഗിൾ ക്രോ. ദെൻ ദ തേർഡ് വൺ, ഹൗ ഡിഡ് ദ കോബ്ര അഡ്വാൻസ് ഡ്യൂറിങ് ദ ബാറ്റിൽ? എങ്ങനെയാണ് ആ യുദ്ധത്തിൽ കോബ്ര മുന്നേറാൻ നോക്കുന്നത്? ദറ്റ് മീൻസ് ഹി സ്റ്റുഡ് ഓൺ ദി ഡിഫെൻസീവ്. ആദ്യം പ്രതിരോധത്തിൽ നിന്നു സ്വിയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും പത്തി വിടർത്തിയാടി. ട്രൈങ് ടു മെസ്മറൈസ് ദി മംഗൂസ്. മംഗൂസിനെ, കീരിയെ മായയിൽ പെടുത്താൻ ശ്രമിച്ചു. ഇൻടു മേക്കിംഗ് എ ഫാൾസ് മൂവ്. എന്നിട്ട് വേണം അവനെ കൊണ്ട് തെറ്റായ ദിശയിലേക്ക് ചാടിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, വേർ ഡിഡ് ദ മൈന ആൻഡ് ജിംഗിൾ ക്രോ സെറ്റിൽ ടു സീ ദി ബാറ്റിൽ? യുദ്ധം കാണാനായിട്ട് ഈ കാക്കയും മൈനയും എവിടെയാണ് ഇരുന്നത്? ഓൺ ദി കാക്ടസ്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ മംഗൂസ് സ്ട്രാറ്റജൈസ് ഹിസ് ഫസ്റ്റ് മൂവ്? എങ്ങനെയാണ് അവൻ്റെ ആദ്യത്തെ നീക്കത്തിന് തയ്യാറെടുത്തത്? ബൈ റിഫ്യൂസിങ് ടു മീറ്റ് ദി ഗ്ലാസി അൺവിങ്കിങ് ഐസ് ഓഫ് ഹിസ് ഒപ്പോണൻറ്റ്. എതിരാളിയുടെ കണ്ണിലേക്ക് നോക്കാതെ. ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ ഇപ്പോൾ പരാമർശിക്കുന്നുള്ളൂ മാഷ്. എക്സാം ബേസ്ഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന, അതിനൊപ്പം നിൽക്കുന്ന മറ്റൊരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അവസാനിപ്പിക്കും. നോക്കൂ, റസ്കിൻ ബോണ്ടിനെ കുറിച്ചുള്ള പ്രൊഫൈൽ നിങ്ങളുടെ നോട്ടിലുണ്ട്. ആ നോട്ട് ഭാഗം വായിച്ചു വെക്കണം. ബോൺ ഓൺ 19 മെയ് 1934. 1934 മെയ് 19 ജനനം. ഈസ് എ ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ റൈറ്റർ. ബ്രിട്ടീഷ് ബോൺ, ബ്രിട്ടീഷുകാരനായ പിതാവിന്, അതാണല്ലോ റസ്കിൻ ബോണ്ട് എന്ന് പേര് വന്നത്. ഇന്ത്യക്കാരിയായ അമ്മയിൽ ജനിച്ച കുട്ടി. ഹി ഈസ് എ ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ റൈറ്റർ. All his creations were or are based on Indian life. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ ഇന്ത്യൻ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആൻഡ് കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. At the age of 17, he wrote the first novel. ആദ്യത്തെ നോവൽ 17-ാം വയസ്സിൽ. പേര് ദ റൂം ഓൺ ദി റൂഫ്, മുകളിലത്തെ മുറി.
He was well known as the author of children's literature. ബാലസാഹിത്യത്തിന് ഏറെ പേര് കേട്ട ആളാണ് റസ്കിൻ ബോണ്ട്. He has won സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് പത്മശ്രീ. സർക്കാർ ഭരണകൂടം കൊടുക്കുന്ന സാഹിത്യ അക്കാദമി അവാർഡിനും കേന്ദ്ര ഭരണകൂടം കൊടുത്ത പത്മശ്രീ അംഗീകാരത്തിനും അർഹനായ വ്യക്തി. That is in 1999. He was also awarded Lifetime Achievement Award for Literature in 2017. 2017 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള അംഗീകാരം, പ്രത്യേകിച്ചും ആജീവനാന്ത അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ഇത്ര